പിന്നെ ഇനിയിപ്പോൾ ഒന്ന് പറഞ്ഞല്ലോ ഉസ്താദുമാരാരും ഇപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി മെസ്സേജ് ഇട്ട് മറ്റാക്കിയിട്ടൊന്നും എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മറുപടി തരുന്നില്ല കാര്യമില്ല. പക്ഷെ എനിക്ക് അതിനെ പറ്റി എനിക്കൊരു കഥയെ കൂടിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. പണ്ടൊരു പന്നിക്കുട്ടൻ ഇങ്ങനെ കാട്ടുകൂടി ഇങ്ങനെ നടക്കായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, പെട്ടെന്നാണ് എന്ത് ചെയ്യുക, ഒരു പുലിൻ്റെ മുന്നിൽ ഈ പന്നിക്കുട്ടൻ എത്തിപ്പെടുന്നത്. അങ്ങനെ ഈ പന്നിക്കുട്ടൻ എന്ത് ചെയ്ത് കുടുങ്ങിയല്ലോ പലിന്. പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ പന്നിക്കുട്ടൻ എന്ത് ചെയ്ത് ഒരു ഐഡിയ തോന്നി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള പറഞ്ഞ്, ഇപ്പം എന്നെ തിന്നരുത്, ഞാനൊരു വൈക്ക് പോവാണ്, അടുത്ത ദിവസം ഞാൻ വരാം. അന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗുസ്തി നടത്താം. പിന്നെ കാട്ടിലുള്ള ബാക്കി മൃഗങ്ങളെ കൂട്ടിയിട്ട് ഗുസ്തി നടത്താം. ആ ഗുസ്തിയിൽ എന്ത് ചെയ്തായി ജയിച്ചാൽ എന്ത് ചെയ്യാം, എനിക്ക് എന്നെ തിന്നാം. അങ്ങനെ പന്നിക്കുട്ടൻ പറഞ്ഞു. ഈ തെറ്റിദ്ധരിക്കരുത് കേട്ടോ റക്കീവൻ, നിന്നാ പന്നീന്ന് വിളിച്ചതല്ല കേട്ടോ, എനിക്ക് അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. എല്ലാവരും പുലി സമ്മതിച്ച്. അങ്ങനെ എന്ത് ചെയ്ത് ഈ ഒരു ദിവസമൊക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെ രണ്ട് കൂട്ടരും പിരിഞ്ഞ്. അങ്ങനെ ആ പന്നിക്കുട്ടൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവരോടും പറഞ്ഞ്, പുലിക്ക് ഇന്ന പേടിയാണ്, ഞാനിങ്ങനെ പറഞ്ഞെല്ലാം കൂടി ഗുസ്തിക്ക് വിളിച്ചിട്ടുണ്ട്, അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ദിവസമാണ്, അങ്ങനെ എല്ലാവരും എത്തണം, എല്ലായിടത്തും പറഞ്ഞ് ഇങ്ങനെ പാട്ടാക്കി ഫ്ലാഷാക്കി ഇങ്ങനെ പോയി. അതിൽ ലാസ്റ്റ് പന്നിക്കുട്ടൻ വീട്ടിലെത്തി, അമ്മൻ്റെ അടുത്തെത്തി. അമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ പന്നിക്കുട്ടനോട് അമ്മ പറഞ്ഞ്, എൻ്റെ കാര്യം പോക്കാണ്, പുലി എന്തായാലും എന്നെ പിടിച്ച് തിന്നു, ഗുസ്തിയിലൊന്നും ഒരിക്കലും പുലിൻ്റെ അടുത്ത് ജയിക്കാനാവില്ല. അപ്പോൾ എന്ത് ചെയ്ത്, ഈ പന്നിക്കുട്ട തള്ള എന്ത് ചെയ്ത് പന്നിക്കുട്ടനോട് പറഞ്ഞ്, എനിക്കൊരു പണി പറഞ്ഞുതരാം, ഇനി എന്ത് ചെയ്യുക, നല്ല വേസ്റ്റ് പോയിട്ട് നല്ലോണം കിടന്ന് വച്ചിക്കുക, നല്ലോണം മണക്കണം, നല്ല ഗന്ധം കൊണ്ടുവരണം. ആ തരത്തിൽ എന്ത് ചെയ്യണോ, ഗുസ്തിക്ക് ഇങ്ങ് പോകണം. അങ്ങനെ എന്ത് ചെയ്ത് ഗുസ്തിൻ്റെ ദിവസമായപ്പം പന്നിക്കുട്ടൻ എന്ത് ചെയ്ത് നല്ലോണം വേസ്റ്റിൽ ഉരുണ്ടിട്ടെല്ലാം കൂടെ മണപ്പിച്ചിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് ചെന്ന് ഒലിൻ്റെ അടുത്തേക്ക് അങ്ങനെ എല്ലാം കൂടി ഗ്രൗണ്ടിലെത്തി. ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തപ്പോൾ ഗുസ്തിക്ക് ഇങ്ങനെ ഈ പന്നിക്കുട്ടൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പുലി വേക്കോട്ട് പോയി. കാരണം പുലി പന്നി പേടിച്ചിട്ടല്ല, ഈ ദുർഗന്ധം കാരണം. അതേപോലെ ഉസ്താദന്മാരാരും എന്ത് ചെയ്യുക, എങ്ങനെ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ പ്രത്യേകിച്ച് ഫോണ് ഡിബേറ്റിന് എന്ത് ചെയ്യുക പോകാത്തത് എന്താ വെച്ചാൽ കാര്യമല്ല, ദുർഗന്ധാണ്. ദുർഗന്ധാണ് പറഞ്ഞാലെന്ത് ഒന്നും മനസ്സിലാക്കാനും കഴിയൂല, ഭയങ്കര വെല്ലുവിളിയൊക്കെ അയക്കും അന്നീക്കുട്ടൻ്റെ ഒക്കെ മാതിരി. പക്ഷെ അതിൻ്റെ അപ്പുറം ഓതുന്നതിൻ്റെ അതിൻ്റെ അപ്പുറം വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കടലിൻ്റെ അന്ധകാരത്തിലുള്ള ഇരുട്ടില്ലേ, അതാണ് ഈ യുക്തിവാദികളുടെ ഹൃദയത്തിലുള്ളത്. യുക്തിവാദിയാന്ന് പറയൂ, പക്ഷെ റക്കീബ നിന്നെപ്പോലെ യുക്തി എന്ന് പറഞ്ഞ സാധനമല്ല. ഇപ്പം നിനക്ക് യുക്തി ഇല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തന്നില്ലേ, അതേപോലെ നിനക്ക് യുക്തി ഇല്ല, അതേപോലെ യുക്തിവാദിക്കും യുക്തി ഇല്ല. ഇപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ പോലെ കാണുന്നവരോടൊക്കെ ഒപ്പം ചോദിക്കുക, എൻ്റെ അറ്റം കട്ട് ചെയ്തിക്കോ, നിൻ്റെ അറ്റം കട്ട് ചെയ്തിക്കോ, ഇങ്ങനെ നടക്കണോ? ഇനി മുസ്ലിങ്ങൾ പോട്ടെ, വേറെ ഏതെങ്കിലും അന്യമതസ്ഥരായ സ്ത്രീകളോ മറ്റോലൊക്കെ പറഞ്ഞാൽ ഓലോട് എന്ത് വെച്ചാൽ വേറെ വിധത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുക. ഇത് ദുർഗന്ധക്കാരനാണ്. ഉസ്താദുമാർ ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തരാത്തത് അത്ര കൂട്ടിയാൽ മതി. ഈ കഥയിലുള്ളവർക്കും ഞാൻ ഈ പന്നിക്കുട്ടൻ എന്ന് വിളിച്ചത് നിന്നല്ല കേട്ടോ, എന്നെ തെറ്റിദ്ധരിച്ചു പോയരുത്.